ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ മുംബൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. വിനീഷിനെ ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തിക്കുകയാണ്. അതിന്റെ തത്സമയ വിവരണത്തിലേക്കും കാഴ്ചകളിലേക്കും നമ്മൾ കടക്കാൻ പോവുകയാണ്. ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, നമുക്കറിയാം മുളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയിട്ട് ഇപ്പോൾ മാസങ്ങളായി. അതിനുശേഷമാണ് ഈ പ്രതിയെ മുംബൈയിൽ നിന്ന് പോലീസ് പിടികൂടുന്നത്. ഇപ്പോൾ ഇതാ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും, അതായത് 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടുന്നത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഇയാൾ. അതായത് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇയാളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇയാൾ അവിടെ നിന്നും ഈ ജയിൽ തുറന്നുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ബിനീഷ്, ദൃശ്യ കൊലക്കേസിലെ പ്രതി ബിനീഷിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം ഇയാൾ ഇവിടെ നിന്നും പലതരത്തിലുള്ള കളവുകൾ പറഞ്ഞാണ് ഇവിടെ നിന്നും ചാടിപ്പോയത്. പിന്നീട് മുംബൈയിൽ ഇയാൾ അതായത് ഹോട്ടലുകളിലും മറ്റുമൊക്കെ ആയിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. എന്താണ് ഒന്നും പറയാലോ, ഒന്നും എടുത്തോണ്ട് പോയി തന്നായാലും. എവിടെയായിരുന്നു ഒരു തരത്തിലുള്ള പശ്ചാത്താപം? ഒന്നും പെൺകുട്ടിയെ ഒന്ന് മാറ്റടെടുത്ത് അത്തരത്തിൽ എന്തായാലും പ്രതിയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് പോലീസ്. കഴിഞ്ഞ 3 മാസക്കാലമായി കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ച പ്രതി മുംബൈയിലെ വിവിധ ഇടങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇയാൾ ഇടക്കാലത്ത് ഇയാളുടെ ബന്ധുവിനെ ഫോണിൽ ബന്ധപ്പെടുന്നത്. അതിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ഒരു തുമ്പുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രതി പിടിയിലാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു അദ്ദേഹത്തിന്റെ, അതായത് പ്രതിയുടെ വിനീഷിന്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത്, അതായത് വളരെ പുച്ഛത്തോടു കൂടി ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമില്ല, പക്ഷേ അത്തരത്തിലുള്ള അഭിനയം വെച്ചുകൊണ്ട് പോലീസിനെ ഒന്നാകെ കബളിപ്പിച്ച ഇയാൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുന്നു. ചികിത്സ തേടിയതിനു ശേഷം തന്ത്രപൂർവ്വം, അതായത് ദിവസം ചുമരെ തുറന്നുകൊണ്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ 3 മാസക്കാലം ഇയാൾ വിവിധ ഇടങ്ങളിലായിട്ട് താമസിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേരള പോലീസിന്റെ പിടിയിലാകുന്നത്. നമുക്കറിയാം, ദൃശ്യയെ അതിക്രൂരമായിട്ടാണ് ഈ പ്രതി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ദൃശ്യയോട് പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. ആ പ്രണയ അഭ്യർത്ഥന ആ പെൺകുട്ടി നിരസിക്കുന്നു. ആ നിരസിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ചെന്ന് അയാൾ കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ദൃശ്യയുടെ പിതാവിന്റെ കടയ്ക്ക് ആദ്യഘട്ടത്തിൽ തീയിടുന്നു. തീയിട്ടതിനു ശേഷം ദൃശ്യയുടെ വീട്ടിൽ പോകുന്നു. ആ പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ക്രിമിനൽ, തീർത്തും ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ തീർത്തും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ് ഈ വിനീഷ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിനീഷ്. എന്തായാലും അല്പസമയത്തിനകം മെഡിക്കൽ കോളേജ് പോലീസ് വലയത്തിനപ്പുറം ഈ വിനീഷ് കറങ്ങി നടന്നപ്പോൾ ആ കുടുംബത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. തങ്ങളെ ഇനിയും അപായപ്പെടുത്താൻ വിനീഷ് എത്തുമോ എന്നുള്ള വലിയ ആശങ്ക ആ കുടുംബം പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും, കാരണം ഈ പ്രതി ഇവിടെ നിന്നും ചാടിപ്പോയി എന്ന് പറയുന്ന ഘട്ടത്തിൽ, അതായത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയി എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഈ കുടുംബം വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനോടകം ായിരുന്നു ഈ കുടുംബത്തിന് നേരെ എന്നുള്ളതാണ്. മാത്രമല്ല, ആദ്യമായിട്ടല്ല വിനീഷ് ഇത്തരത്തിൽ ഈ ജയിൽ ചാടി പുറത്തു പോകുന്നത്. 2ാം തവണ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും പ്ലാൻഡ് ആയിട്ട് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ പ്രതി ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും പ്രതിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയെ എത്തിക്കും. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3 മാസക്കാലത്തെ ആശങ്കയ്ക്ക് ഇപ്പോൾ വിരാമമാകുന്നു. ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള കൂസലമില്ലാതെ ജയിൽ ചാടിയിട്ട് ഇതെല്ലാം കൊണ്ടുപോകും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ പ്രതി എന്തായാലും ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോടും അതുപോലെ തന്നെ പോലീസിനോടും ഒക്കെ തന്നെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ട് യാതൊരു വിധ കൂസലമില്ലാതെ വീണ്ടും ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ആ പെൺകുട്ടി തനിക്ക് നിങ്ങളോട് പ്രണയമില്ല എന്ന് പറഞ്ഞതിന്റെ പക പൂണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ, 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ആ കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇയാൾ മുംബൈയിലാണ് താമസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് കേരള പോലീസിന് ഒരു തുമ്പ് കിട്ടുന്നത്. കാരണം ഇയാളുടെ ഒരു ബന്ധുവിനെ ഇയാൾ ഫോണിൽ ബന്ധപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതിയെ പോലീസിനെ കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ
കോളേജ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ ഹാജരാക്കും. ഷഹദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു കൂസലുമില്ലാതെ യാതൊരു കൂസലുമില്ലാതെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ പ്രതിയെ വ്യക്തമാകുന്നത്. ആ പ്രതി മാധ്യമങ്ങളോട് സംസാരിച്ചതിനെ കുറിച്ചും ഇപ്പോൾ ഷഹദ് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന തരത്തിൽ യാതൊരു കൂസലുമില്ലാതെ ഇപ്പോഴും ഒരു മനസ്താപവും ഇല്ലാതെ കുറ്റബോധവും ഇല്ലാതെ വീണ്ടും ഈ വിനീഷ് എന്ന അതിക്രൂരനായ പ്രതിയെ നമ്മൾ കാണുകയാണ്. ഈ പ്രതിയുടെ ഈ വിനീഷിന്റെ ഒരു പശ്ചാത്തലമടക്കം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഷഹദ്? കാരണം നമുക്കറിയാം ഇയാളുടെ പശ്ചാത്തലം. ഇയാൾ ഇത് ആദ്യമായിട്ടല്ല ജയിൽ ചാടുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇത് 2ാം തവണയാണ് ഈ പ്രതി ജയിൽ ചാടുന്നത്. 2 തവണ, അതായത് കണ്ണൂരിലെ ജയിലിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടത്തിയ ഉടൻ തന്നെ പ്രതി ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. ആ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആദ്യം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഈ പ്രതിയെ കൊണ്ടുപോകുന്നു. പിന്നീട് ഇയാൾ അവിടെ നിന്ന് ഈ കൊതുകുതിരി, അതായത് ചന്ദനത്തിരി ഒക്കെ എടുത്ത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അങ്ങനെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ഇയാൾ ഇത്തരത്തിൽ ചാടാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അധികം വൈകാതെ പോലീസ് ഇയാളെ പിടികൂടുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2ാം തവണയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ പ്രതിയെ വീണ്ടും പോലീസ് കൊണ്ടുവരികയായിരുന്നു. അതിനിടയിലാണ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കുടിക്കാൻ കൊടുത്ത ഗ്ലാസ് ഉപയോഗിച്ച് അവിടുത്തെ ചുമര് തുറക്കുകയും ആ ചുമരിനുള്ളിലൂടെ 29-ാം തീയതി, അതായത് ഡിസംബർ 29-ാം തീയതി രാത്രി ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം പോലീസിനെയും അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ നോക്കുകുത്തിയാക്കി, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണ് ഈ പ്രതി അന്ന് ജയിൽ ചാടിയിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥരെ പോലീസ് സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പോലീസിനെ സംബന്ധിച്ചും ഈ ദൃശ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബത്തെ സംബന്ധിച്ചും വലിയ ആശങ്കകളും ഒപ്പം തന്നെ വലിയ തലവേദനയും സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ച ഒരു പ്രതി ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയി 3 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനായിട്ടില്ല. ഏറ്റവും ഒടുവിൽ, അതായത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ രീതിയിൽ പ്രതിസന്ധി ആയിട്ടുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇയാളെ കണ്ടെത്താനുള്ള യാതൊരു തുമ്പും ഉണ്ടായിരുന്നില്ല. കാരണം ഇയാൾ രാത്രിയിലാണ്, 29-ാം തീയതി രാത്രിയിലാണ് ഇയാൾ ജയിൽ ചാടി പോകുന്നത്. പിന്നീട് രാവിലെയാണ്, അത് 30-ാം തീയതി രാവിലെ അവിടെ എത്തിയിട്ടുള്ള, അതായത് സെല്ലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇയാൾ അവിടെ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഈ സംഭവം എന്ന് പറയണം. മാത്രമല്ല, ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പല ഘട്ടത്തിൽ പല രീതിയിൽ നടത്തിയെങ്കിലും ഒരു തരത്തിലും പ്രതിയെ കണ്ടെത്താനുള്ള ഒരു സൂചന പോലും അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ച് കുഴക്കുന്ന കാര്യമാണ്. എന്തായാലും നിലവിൽ ദൃശ്യയുടെ കുടുംബത്തിന് ആശ്വസിക്കാം. ആ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. അല്പസമയത്തിനകം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. അതിനു മുമ്പ് വൈദ്യ പരിശോധന നടത്തും. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അങ്ങനെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് 3 മാസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ മുംബൈയിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് എത്തിച്ചിരിക്കുന്നു. ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകി.